എൻ്റെ പേര് ഡെന്നി. ഞാനിത് 3-ാമത്തെ പ്രാവശ്യമാണ് ഈ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും അനന്തമായ നന്ദി, സ്തുതി, സ്തോത്രം. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം കിട്ടിയൊരു വലിയൊരു അനുഗ്രഹത്തെ പറ്റി പറയാനാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ 2019 ഉടമ്പടി ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഫിനാൻഷ്യലി നല്ല സ്ട്രോങ് ആയിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേക്കും കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ നിന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അതിന് മുമ്പേ പോന്നായിരുന്നു. ഹസ്ബൻഡ് പിന്നെയാണ് വന്നത്. അപ്പോൾ ഞാനും എൻ്റെ പിള്ളേരും എൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു വന്നു. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ, ജോലി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഫോറിനേഴ്സിനെ പറഞ്ഞു വിടുന്ന ഒരു സമയമായപ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ട കൂട്ടത്തിൽ വന്നതായിരുന്നു. അപ്പോൾ വലിയ സേവിങ്സ് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് 2 അനിയന്മാരും അമ്മയാണുള്ളത്. അവിടുത്തെ ഡാഡി മരിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞ് അനിയന്മാർ 2 ബാംഗ്ലൂർ സെറ്റിലാണ്, മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഹസ്ബൻഡും അമ്മയും മാത്രമായി അവിടെ. ഞങ്ങൾ എൻ്റെ വീട്ടിലും ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അങ്ങനെയായി. അപ്പോൾ ഹസ്ബൻഡിന് ജോലിയൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് സ്വത്ത് പാർട്ടീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം മമ്മി അത് സമ്മതിച്ചില്ല. മമ്മി പറഞ്ഞു ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അതിന് സമയമാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മമ്മിയും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നങ്ങളായി, വഴക്കായി, പിന്നെ കേസായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്കൂൾ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ 2 പേരും മിണ്ടത്തില്ല. പിന്നെ പയ്യെ കുക്കിങ്ങും വേറെയായി. ഒരാൾ വെക്കണത് ഒരാൾ കഴിക്കത്തില്ല. അങ്ങനെയായി. അത് കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കത് ശ്വാസം മുട്ടായിരുന്നു. 2 പേരും മിണ്ടാതെ ഇങ്ങനെ. അപ്പം ഞാൻ മമ്മി വെക്കണതെല്ലാം എടുത്ത് തിന്നും. ആദ്യം തന്നെ പോയി എടുത്ത് കഴിക്കും. പിന്നെ ഞാൻ ഭക്ഷണം വയ്ക്കും. അപ്പം മമ്മിയും കഴിക്കും. അങ്ങനെ ഞാൻ കൊണ്ട് ടേബിളിലെല്ലാം സേവ് ചെയ്യുമ്പോൾ മമ്മിയും ഹസ്ബൻഡും എല്ലാവരും വന്നിരിക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരണ വരെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പേരില്ലെങ്കിൽ അവർ വന്ന് ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച്. പക്ഷെ ഞാൻ പോകുന്ന കഴിയുമ്പോൾ പിന്നെയും പഴയ സ്ഥിതിയിലേക്കാവും. പിന്നെ ആ വഴക്കങ്ങ് മൂർച്ഛിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അനിയന്മാരും മമ്മിയും ഒരു സൈഡിൽ, ബാക്കി കുറേ ബന്ധുക്കൾ ഒരു സൈഡിൽ, ഹസ്ബൻഡ് തന്നെ വേറെ സൈഡിൽ. അങ്ങനെയൊക്കെയായി.